ഷെനാസിന് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ള പിന്നെ കാര്യങ്ങൾ, ദ്വയാർത്ഥങ്ങൾ, പലപ്പോഴും ചെയ്തിട്ടുള്ള റീലുകൾ, അശ്ലീല ചുവയോടുകൂടിയുള്ള സംസാരങ്ങൾ, അതിന്റെയൊക്കെ ഫലമാണ് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ദാസേട്ടനും പ്രതീഷൊക്കെ നിന്നെ ആൽബത്തിൽ എടുക്കുന്നത്, ഞാൻ പറഞ്ഞ എന്നെ അവരെടുക്കുന്നത് ഇങ്ങനെയാണ് എടുക്കുന്നത്. എന്നെ ഒന്നെങ്കിൽ ഇങ്ങനെ എടുക്കുക, അല്ലാതെ ഇങ്ങനെ നമ്മുടെ കാല് കവച്ചു വെച്ച് എനിക്ക് നിങ്ങളുടെ എടുക്കാൻ സമ്മതിക്കില്ല. കാരണം എനിക്ക് പറ്റൂല, ഒരു ആൽബം ആണെങ്കിൽ സിനിമയാണ് ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അപ്പൊ ഇയാള് പറഞ്ഞു അടുത്ത സീൻ എന്ന് പറയുമ്പോ ഇങ്ങനെ എന്നെ കൊണ്ട് ബെഡിൽ കിടത്തിയിട്ട് പുക്കളയിൽ എന്തോ മുന്തിരി വെച്ചിട്ട് അയാൾക്ക് കടിച്ചെടുക്കണം എന്ന് ഇയാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു നടക്കുന്ന കേസല്ല ചേട്ടാ, എനിക്കിത് പറ്റൂലെന്ന് പറഞ്ഞു. എന്നിട്ട് തീർത്താത്തെന്ന് പറഞ്ഞ വൃത്തികെട്ട നീചമായിട്ടുള്ള സ്ത്രീക്ക് എന്റെ വീഡിയോസ് എടുത്ത് പല പോൺ സൈറ്റിൽ വിടാനായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് അറിയാം. അപ്പൊ നിനക്കറിയാം അതിന് കാശുവല്ലോ എന്തൊക്കെയാ നീ ഇവിടെ കാണിച്ചത്? ആയിട്ടുള്ള ഈ കാണിക്കുന്നവര് ഈ മറ്റേ അർത്ഥത്തിന് പച്ചയ്ക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ കാണുന്നവർക്കെല്ലാം മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ ഐസ്ക്രീമും ഈ മുട്ടായി ഉറിഞ്ചുന്നതും ഒക്കെയുള്ള റീലുകൾ ഇടുന്നത് എന്നുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ എന്താണ് സമൂഹത്തിലേക്ക്, ഞാൻ എന്താണ്, താങ്കൾ ഒരു ലേബിൾ ചെയ്തൊരു സാധനം അയച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കോളുകൾ നിങ്ങൾക്ക് വരുന്നത്. പറയുന്ന പൊക്കിളിൽ നിന്ന് ഈ മുന്തിരി കടിച്ചെടുക്കുന്ന സീൻ ആയിക്കോട്ടെ, അങ്ങനെ പല പല വൾഗറായിട്ടുള്ള വൃത്തികേടായിട്ടുള്ള ലൈംഗിക ചുവയോടുകൂടിയുള്ള ഷൂട്ടുകൾ താങ്കളെ കൊണ്ട് ചെയ്യിപ്പിക്കും. താങ്കൾ അതാണ് എന്ന് താങ്കൾ പലവട്ടം പറയുന്നുണ്ട്. അതല്ല ഉദ്ദേശം, പലവട്ടം താങ്കൾ സമൂഹത്തിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഇത്രേ പറയാനുള്ള പൊന്നു രണാസനം, വിതയ്ക്കുന്നതേ കൊയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് വിടുകണം. ശരി, ഇതൊരു നടക്ക് പോണ കേസല്ല.